ഈ സമരപരിപാടിയുടെ ആദരണീയനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ BS സൂരജ്, ഇന്ന് ഈ സമരപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ജില്ലയുടെ പ്രഭാരിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണ മേനോൻ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ പന്തളം പ്രതാപൻ, ശ്രീ ഷാജിയാർ നായർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, മോർച്ചകളുടെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ, ജില്ലയുടെയും മണ്ഡലത്തിന്റെയും മറ്റ് സഹപ്രവർത്തകർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് കേരളത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടക്കുകയാണ്. ഇന്നിവിടെ പത്തനംതിട്ടയുടെ MP ആയിട്ടുള്ള ശ്രീമാൻ ആന്റോ ആന്റണിയുടെ ഓഫീസിന് മുമ്പിൽ ഇന്നിവിടെ സമരം നടക്കുന്നത് പോലെ ഇന്ന് വയനാട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുമ്പിലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സമരം നടത്തുകയാണ്. അതുപോലെ തന്നെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP-യുടെ ആറ്റിങ്ങലിലുള്ള ഓഫീസിന് മുമ്പിലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സമരം നടത്തുകയാണ്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങളുമായി കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കന്മാരുടെ ഓഫീസുകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി സമരവുമായിട്ട് മുന്നിട്ടിറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം സംജാതമായത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാം. നമ്മളൊന്നും കേൾക്കാത്ത രീതിയിലുള്ള, ആദ്യമായി ഭാരതത്തിൽ ഇതിനു മുമ്പെങ്കും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു തട്ടിപ്പും അഴിമതിയും കൊള്ളയും നടക്കാൻ ശബരിമല സാക്ഷ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് അയ്യന്റെ മണ്ണിലാണ് നിൽക്കുന്നത്, പത്തനംതിട്ടയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ച് ഭഗവാൻ അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആരാധനാമൂർത്തിയാണ്. ആ അയ്യപ്പ ഭഗവാന്റെ സാക്ഷാൽ ശബരിമലയിൽ കടന്നു എന്ന് അയ്യന്റെ സ്വർണ്ണ പാളികൾ കട്ടോട്ട് പോകാൻ മടി കാണിക്കാത്ത കുറുവാൻ സംഘമായി ഇടതുപക്ഷവും കോൺഗ്രസും മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ മാസക്കാലമായി ഈ സ്വർണ്ണക്കൊള്ളയുടെ ഓരോരോ കഥകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ആദ്യമായി സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുള്ള ഇടതുപക്ഷ നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും വെളിച്ചത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ, നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ രംഗത്തിറങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരങ്ങൾ ഫലം കണ്ടു തുടങ്ങിയപ്പോൾ ഇവിടുത്തെ പോലീസിന് ചില ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. CPM-ന്റെ നേതാക്കളായിട്ടുള്ള ഈ പത്തനംതിട്ടക്കാരനായിട്ടുള്ള പത്മകുമാർ അടക്കം, ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് സൂത്രധാരനായിട്ടുള്ള പോറ്റി അടക്കം, അവരുടെ തന്നെ നമുക്കിപ്പോ അറിയാം, ഏറ്റവും ഒടുവിൽ പ്രശാന്ത് അടക്കം നിരവധി ആളുകളെ അവർക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു, നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്നലെ ഹൈക്കോടതി പോലും ആശങ്കയോടുകൂടി ഉന്നയിച്ച ഒരു വലിയ വസ്തുത നമ്മളിൽ പലരും കണ്ടു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ കോടതി പോലും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ബെയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ജാമ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ തന്നെ മനസ്സിലാകും ഇടതുപക്ഷ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നിലപാട് എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം, പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിൽ കുറ്റപത്രം പോലും കൃത്യമായി സമർപ്പിക്കാൻ കേരളത്തിലെ സർക്കാരിന് സാധിക്കുന്നില്ല എന്നല്ല പറയേണ്ടത്, സർക്കാരിന് താല്പര്യമില്ല ആ കുറ്റപത്രം സമർപ്പിക്കാൻ. നമുക്കറിയാം, ഒരു വലിയ ജനമുന്നേറ്റമായി, വലിയൊരു സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ, അതിനെ ചെറുക്കാൻ കഴിവില്ലാതെ നിന്നപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രതികളെ പിടിച്ച് ജയിലിലിട്ടു. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ, ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പോലും ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഹൈക്കോടതിക്ക് പോലും ആശങ്കപ്പെടേണ്ടി വരുന്നു. എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ
ഈ കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായി മാത്രമാണ് ഇത്രയും നാളും അവര് ഈ അറസ്റ്റിനെ ഉപയോഗിച്ചത്. അത് മാത്രമല്ല, ഇടതുപക്ഷവും കോൺഗ്രസും നമുക്കറിയാം, ഈ വാളയാറ് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടാണ്. കേരളത്തിൽ മാത്രമാണ് ഇവർ തമ്മിൽ മത്സരിക്കുന്നത്. നമുക്കറിയാം, കേരളം വിട്ടു കഴിഞ്ഞാൽ ഇവർ ഒരു കുടക്കീഴിലാണ്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒറ്റ കുടക്കീഴിലാണ് ഈ രണ്ട് കൂട്ടരും നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു കെട്ടുപാട്, ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാതെ അറിയാം. നമ്മുടെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ്, ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാൻ പല സ്ഥലങ്ങളും ഇവർ എങ്ങനെയാണ് കൂട്ടുകൂടിയതെന്ന്. അതേ കൂട്ടുകെട്ട് ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ശ്രീമതി സോണിയാഗാന്ധി, കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി, ആ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് പോറ്റിപ്പോയത് ഒരു തവണയല്ല, നിരവധി തവണയാണ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഈ പോറ്റിപ്പോയത്. അപ്പോൾ സോണിയാഗാന്ധിയുമായി എന്താണ് പോറ്റിക്കിടപാട്? എന്തിനാണ് ഈ പുറയിലുള്ള ഈ ആന്റണി, അതുപോലെ തന്നെ അടൂർ പ്രകാശ്, ഈ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയത്? ശരിയാണ്, ഞങ്ങളിൽ പലരും പ്രധാനമന്ത്രിമാരെ കാണാൻ പോകാറുണ്ട്, ദേശീയ നേതാക്കളെ കാണാൻ പോകാറുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും ഇതുപോലുള്ള കാട്ടുകള്ളന്മാരെ വിളിച്ചുകൊണ്ട് അവിടെ പോകാറില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ ഒരു കാട്ടുകള്ളനെയും കാണാൻ അനുവാദം കൊടുക്കാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി, ഈ പറയുന്ന ആന്റണിയും അടൂർ പ്രകാശും അടക്കമുള്ള നേതാക്കൾ എന്തിനാണ് സോണിയാഗാന്ധിയുമായി നിരവധി തവണ പോറ്റിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമൊരുക്കി കൊടുത്തത്? ഇതിൽ നിന്ന് കാര്യം വ്യക്തമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ തന്നെയുണ്ട് ആന്റിക് ബിസിനസ്സിൽ ജോലി ചെയ്യുന്നവർ. സോണിയാഗാന്ധിയുടെ സഹോദരി തന്നെ ഈ പുരാവസ്തു ബിസിനസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വെറും വാക്ക് പറയുകയല്ല, ഇതിൽ സമഗ്രമായ ഒരു CBI അന്വേഷണം നടന്നു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെ കുടുംബമടക്കം ഈ കേസിൽ അകത്താകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത്രത്തോളമുണ്ട് കോൺഗ്രസുകാരുടെ ഈ അഴിമതി. അതുകൊണ്ട് ശ്രീമാൻ ആന്റണിയും അടൂർ പ്രകാശും ഒക്കെ വിചാരിക്കുന്നത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ തട്ടിപ്പ് പരിപാടി, ഈ കേരള പോലീസിന്റെ തട്ടിപ്പ് പരിപാടി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഓരോരുത്തരെയും കാരാഗ്രഹത്തിൽ ഇടുന്നവരെയും ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ ഒത്തിരി നാളൊന്നും ഈ CPM നൽകുന്ന ഈ സംരക്ഷണയിൽ, CPM ഒരുക്കുന്ന ഈ കപടതന്ത്രത്തിൽ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. വരുന്ന ദിവസങ്ങളിൽ ഇതിലും കൂടുതൽ സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ആന്റണിയും അടൂർ പ്രകാശുമൊക്കെ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും. കോടതി തന്നെ ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കളെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? നമുക്കറിയാം, ഈ ശബരിമലയിലെ കൊള്ള തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ശബരിമലയിൽ മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ ശിവകുമാറിന്റെ അനിയൻ, നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന ശിവകുമാറിന്റെ അനിയൻ അവിടെ നമുക്കറിയാം മാന്നാറിൽ നിന്ന് പാത്രങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കണക്ക് എഴുതി കോടികൾ തട്ടിയ കഥ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കോൺഗ്രസുകാർ കാലങ്ങളായി ശബരിമലയെ കൊള്ളയടിച്ചു വരികയാണ്. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, 2018-19 നമ്മുടെ പൂങ്കാവനം കളങ്കപ്പെടുത്താൻ വേണ്ടി സ്ത്രീകളെ കയറ്റിക്കൊണ്ട് ആ പൂങ്കാവനത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച പിണറായി വിജയൻ, അന്ന് ആ പിണറായി വിജയൻ ഒപ്പം നിന്നത്, ആ പിണറായി വിജയൻ സർക്കാരിന് ഒത്താശ ചെയ്തു കൊടുത്തത് കോൺഗ്രസുകാരാണ്. അതിന്റെ പ്രതിഫലമായിട്ടാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ സർക്കാർ ആന്റണിയെയും അടൂർ പ്രകാശിനെയും ഒന്ന് തൊഴാൻ പോലും തയ്യാറാവാത്തത്. പക്ഷേ ഇനി അത് സമ്മതിക്കില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ചേരുന്ന കുറുവ സംഘം, അവർ കാലങ്ങളായി ശബരിമലയെ തകർക്കാൻ, കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർക്കാൻ, ഹൈന്ദവ വിശ്വാസത്തെ തകർക്കാൻ ഈ രണ്ട് കൂട്ടം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയാണ്. കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്ന് TV തുറന്നു നോക്കിയാലും ഒറ്റ കാര്യം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ശ്രീമാൻ VD സതീശൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വെള്ളപൂശൽ തുടങ്ങും. ആരെ വെള്ളപൂശൽ? ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശാൻ തുടങ്ങും. ഇതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. എല്ലാ ദിവസവും ജമാഅത്ത് ഇസ്ലാമി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീമാൻ VD സതീശൻ പറഞ്ഞ പ്രസ്താവനകളെ നിരാകരിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് തന്നെ പറഞ്ഞു, മതരാഷ്ട്രമാണ് ഞങ്ങൾക്ക് വലുത്,
മതരാഷ്ട്രമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിനെ വെള്ളപൂശിക്കൊണ്ട് ഒരു വർഗീയ രാഷ്ട്രീയം മാത്രം കളിക്കാനാണ് ശ്രീമാൻ വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് കൃത്യമല്ലേ ഹൈന്ദവരെ വേണ്ട, ക്രൈസ്തവരെ വേണ്ട, ഹൈന്ദവ വിശ്വാസങ്ങൾ വേണ്ട, ക്രൈസ്തവ വിശ്വാസങ്ങൾ വേണ്ട, ഒരു പ്രീണന രാഷ്ട്രീയം മാത്രം നടത്താം, അതുവഴി അധികാരത്തിൽ വരാമെന്നാണ് ഈ രണ്ടു കൂട്ടരും ആലോചിക്കുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ ഞാൻ ശ്രീമാൻ അടൂർ പ്രകാശിനോട് പറയാനുള്ളത്, സാർ, കഴിഞ്ഞ ദിവസം നിങ്ങൾ തിരുവല്ലയിൽ വന്ന് നാടകം കളിച്ചു. നാണമില്ലേ? ഒരല്പം ഉളുപ്പില്ലേ? കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ അമൃത് ഭാരത് സ്റ്റേറ്റ് ട്രെയിനിന് വേണ്ടിയിട്ട് നാടകം കളിക്കാൻ ഉളുപ്പില്ലേ? ഒന്ന് ഓർക്കണം, അമൃത് ഭാരത് ട്രെയിന്, വന്ദേ ഭാരത് ട്രെയിന്, അമൃത് ഭാരത് സ്റ്റേഷൻ, ഇതെല്ലാം നിർമ്മിക്കുന്നത്, ഇതെല്ലാം കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എന്നിട്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പമില്ലാതെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ വികസനത്തിന്റെ ഒരു കാര്യം പോലും ഇല്ലാത്തത് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉളുപ്പില്ലാതെ കയറി വന്നിട്ട് പ്രഹസനം നടത്തുന്നു. ഇതാണ് കോൺഗ്രസുകാരുടെ നിലവാരം. ഈ പറയുന്ന ആന്റോ ആന്റണിയുടെ നിലവാരം ഇതല്ലാതെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ മിസ്റ്റർ ആന്റോ ആന്റണി? ഞങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ ഈ പോലീസ് ബാരിക്കേഡിന്റെ പുറകിൽ നിന്ന് എന്നേക്കും രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. ഇവിടെ ഞങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളെ ഓരോരുത്തരും ഞങ്ങൾ ജയിലിടും, യാതൊരു സംശയം വേണ്ട. ഇത് പറയുന്നത് നരേന്ദ്രമോദിയുടെ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ സമരം ഇതൊരു തുടക്കം മാത്രമാണ്. ശ്രീമാൻ ആന്റോ ആന്റണിക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളാവും. താങ്കളുടെ കൂട്ടാളികൾ പലരും നേരത്തെ ജയിലിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ താങ്കളും ജയിലിൽ പോകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സമരങ്ങളുടെ ദിവസമാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജനമുന്നേറ്റവുമായി ഭാരതീയ ജനതാ പാർട്ടി ശ്രീമാൻ അടൂർ പ്രകാശിനെയും ശ്രീമാൻ ആന്റോ ആന്റണിയെയും എല്ലാവരെയും ജയിലിലടയ്ക്കും വരെയും ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ജനമുന്നേറ്റം നടത്തിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. നമസ്കാരം.